ആദ്യമായി എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു മാതാവിൻ്റെ ഈശോയുടെ നടുക്ക് നിന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എനിക്കിതുപോലെ സാക്ഷ്യം പറയാൻ കയറി നിൽക്കാം, എനിക്കൊരു അവസരം തന്നെയെന്ന്. അതിനായിട്ട് എനിക്കൊരു ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് രഞ്ജിത, ഞാൻ വല്ലാർപാടം പനമ്പുകാട് നിന്നാണ് വരുന്നത്. 2023 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ 2023 അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നടന്നിട്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യായിരുന്നു. ഹസ്ബൻഡും അത് വലിയ കാര്യമാക്കിയില്ല, സാധാരണ ഒരു രീതിയിൽ എപ്പോഴും അസുഖം വന്ന് പോണ പോലത്തെ രീതിയിലാണ് എടുത്തത്. പക്ഷേ എനിക്കത് കൈയും കാലും ഒക്കെ ഒന്നും അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലുള്ള അടുത്തുള്ള ആൻറ്റിമാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റാലിക്ക് പോയി പങ്കെടുത്തുകൊണ്ടിട്ട് ഇനി എന്തെങ്കിലും ശാരീരിക വൈകാരിക ഇത്രയും കിലോമീറ്ററൊക്കെ നടന്നതല്ല, അതിൻ്റെ ബുദ്ധിമുട്ടായിക്കോളെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ ഒട്ടും സാധാരണ വന്നു പോണ പോലത്തെ ഒരു ഫീലല്ല ഉണ്ടായത്. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് കേട്ടിട്ട് പറഞ്ഞു അവൾക്കൊട്ടും വയ്യെന്ന് തോന്നണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടവനക്കാട് ശ്രേയസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥ ആകെ അവശതയായിരുന്നു. എന്ന് വെച്ചാൽ ശരീരമൊക്കെ വീർത്ത് നാവൊക്കെ ഇറങ്ങിപ്പോയൊരവസ്ഥ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ കണ്ടപാടെ എൻ്റെ അമ്മ എന്നെ കരച്ചിലായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എത്തി, എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. ഞാൻ ആകെ അവിടെ എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ മാതാവേ എനിക്ക് എത്ര വലിയ ഒരു അസുഖം വരുത്തിയാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ അടുക്ക വന്നിട്ട് എൻ്റെ ശരീരത്തിന് വയ്യാതായ ഇതെനിക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കു പോസിറ്റീവാണെന്ന് പറഞ്ഞ് തല പോലും നേരെ നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കെന്തോ ഭയങ്കര എന്താ പറയാന്നില്ല, ആത്മാതെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ പുറത്ത് വേറെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, എനിക്ക് പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ സിസ്റ്റർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മേനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്തൊന്ന് വരണം. എനിക്ക് ഒട്ടും എഴുന്നേക്കാനോ നടക്കാനോ എനിക്ക് ആരുണ്ട്, കൊച്ചിനെ പോലും എനിക്ക് നോക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇത് കിട്ടുന്നില്ല. കണ്ണിന് പോലും കണ്ണൊക്കെ ഭയങ്കര പെയിൻ എടുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡാണ് കൂടെ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് എൻ്റെ വീട്ടിലേക്ക് പോയി, എൻ്റെ അച്ഛനാണ് പിന്നെ കൂടെ വന്നു നിന്നത്. അന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഈ കടയിലൊക്കെ പോലും മുല്ലപ്പൂവിൻ്റെ മണം, ആ ഒരു മണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കടയിലൊന്നും കിട്ടൂല ആ മണം, അമ്മാതിരി നല്ലൊരു മണമായിരുന്നു. ഞാനപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിച്ചെങ്കിൽ അത് എൻ്റെ ഒരു തോന്നലാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇതെൻ്റെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും കിട്ടിയ ആ സുഗന്ധാഭിഷേകം. പിന്നെ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇനി ഇവിടെ ആരെങ്കിലും വല്ല മുല്ലപ്പൂ എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവിടെ ആരും മേടിക്കാനാണ് മോളെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ തലേന്ന് ദിവസം ഞാനിങ്ങനെ അപേക്ഷിച്ച് എൻ്റെ അടുത്തൊന്ന് വന്നേന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന അമ്മ കേട്ട് നിന്നെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് ശരീരത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്കൊരു ആ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയ പോലെ, ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥയായിരുന്നു. റിസൾട്ടിലൊക്കെ ഓക്കെയാണ്, കൗണ്ട് സാധാരണ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ 1 എൻ്റെ 9ാമത്തെ പുതുക്കലായിരുന്നു. 1 ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് എല്ലാം പത്രമെല്ലാം വാങ്ങിച്ച് ഞാനിവിടെ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ എനിക്കൊരു വീട്, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട്, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു പാർലർ വേണമെന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ തള്ളി വിടുന്ന പോലെ ഇങ്ങനെ ഒരു ഇത് വേണമെന്ന്. അപ്പം ഞാനിവിടെ നിന്ന് അമ്മേനോട് പറഞ്ഞു എന്താ എനിക്കറിയില്ല ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയണത്, അമ്മ എനിക്കത് സാധിച്ചു തരുവാണെങ്കിൽ എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് അമ്മയുടെ ഈശോയുടെ ഒരു രൂപം വേണം, അതിൻ്റെ നേരെ ഒരു ചെറിയ സോഫ സെറ്റും. എനിക്ക് അമ്മയുടെ ഈശോനെ നോക്കി പ്രാർത്ഥിക്കണം, എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരമുണ്ട്. എന്ന് വെച്ചാൽ കസ്റ്റമർ ഇല്ലാത്ത നേരത്താണെങ്കിൽ, പോണ സമയത്ത് ബസ്സിലാണെങ്കിൽ കൊന്ത ചൊല്ലാനും ബൈബിളൊക്കെ പാർലറിൽ ചെന്നിട്ട് വായിക്കാനുള്ള അവസരമൊക്കെ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിത് വേണം.
അങ്ങനെ ഡിസംബർ 1 ഞാൻ ഉടമ്പടിയിലും നിയോഗം വെച്ച്, അമ്മ എനിക്ക് വീട് വേണ്ട, ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ വീട് ഒരു പാർലർ എനിക്ക് 2-1 വേണം അമ്മയെന്നും പറഞ്ഞ് നിയോഗം വെച്ച് 4 ഞാൻ വർക്കിന് പോണ സമയത്ത് വല്ലാർപാടം ജംഗ്ഷനിൽ തന്നെയിട്ട് ഞാൻ ഓട്ടോയ്ക്കാണ് പോയത്. ആ സമയത്ത് ഞാൻ വെറുതെ എന്നെ ആരോ എന്നെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോണ പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. വല്ലാർപാടം ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ ഒരു ബേക്കറി ഉണ്ട്, ഗുഡ് ബിൽ ബേക്കറി. അവിടുത്തെ ചേട്ടനായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കും, ഇങ്ങനെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ എവിടെയെങ്കിലും വരണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു തലേ ദിവസം. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വിളിച്ചു നോക്കിയതാണ് വല്ല ഷോപ്പ് ഒഴിഞ്ഞ് കിടപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ താഴെ എല്ലാം ഫില്ലാണ്, മേളിൽ പറഞ്ഞുകൊണ്ട് ചേച്ചി വന്ന് നോക്കണട്ടാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ നോക്കാൻ കണക്കാക്കിയല്ല പോയത്. ആ സമയത്ത് ആ ഓട്ടോയിൽ കയറി പോകാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഹൈക്കോർട്ടിൽ പോയി ഇറങ്ങാറാണ് പതിവ്. അന്നത്തെ ദിവസം ഓട്ടോയിൽ പോയി അവിടെ ഇറങ്ങി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഓണർ അങ്ങനെ വരാത്ത ആളാണ്. ആ ബിൽഡിംഗ് ഓണർ അവിടെ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ചെന്ന് അയാളുടെ അടുത്താണ് സംസാരിക്കുന്നത്. ചേട്ടാ ഇവിടെ താഴെ വല്ല ഷോപ്പ് വല്ല റെൻറ്റിന് കൊടുക്കുന്നുണ്ടാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേച്ചിക്ക് എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പാർലർ തുടങ്ങാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അന്ന് ഇവിടെ ഇല്ല, മേളിലേക്ക് വാ, മേളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 380 സ്ക്വയർ ഫീറ്റിലെ ഒരു റൂമാണ് കാണുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇത്രയും വലുതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഞാനൊരു ചെറിയ ഇതെല്ലാം ആഗ്രഹിച്ചത്. അതുകൂടാതെ തന്നെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് ഒരു പുതിയ ബൈബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബൈബിൾ വാങ്ങിച്ചിട്ട് ഞാനിവിടെ അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നു, അമ്മേ ഞാനിത് ഇവിടെ വെച്ച് തുറക്കാൻ പോവാം, എൻ്റെ ജീവിതത്തിനെ സാദൃശ്യപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണേന്ന്. ഞാനിവിടെ നിന്ന് തുറന്നപ്പോൾ എസഹ്യ 40-41 പേജാണ് എനിക്ക് കിട്ടിയത്. അതിനകത്ത് ഈശോയ്ക്ക് ഒരു ദേവാലയം പണിയണ ഒരു കാര്യം പറഞ്ഞേക്കണത്. അത് ചെറുതല്ല, വലിയ രീതിയിൽ പണിയണ കാര്യമോ. ഞാനിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടെ ചെന്ന് ഷോപ്പ് നോക്കുമ്പോൾ ഇത്രയൊരു 380 സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോപ്പ് ഇടണം എന്നാ, അത് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. അവിടെ ചെന്ന് ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്, ഓണറും ഇവിടെ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ടോക്കൺ കൊടുത്തിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കണ്ട് പിറ്റേന്ന് ദിവസം ടോക്കൺ കൊടുത്ത്, അതിൻ്റെ പിറ്റേന്ന് ദിവസം ഞാൻ അവിടെ ചെന്ന് എല്ലാ 4 മൂലക്കയിലും ഞാൻ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈല ആ 4 ഭിത്തികളിലും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിൽഡിങ്ങിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സീരിയൽ സിനിമയിലെ പ്രൊഡ്യൂസർക്കാണ് ഞാൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് കിട്ടിയതാണ്. 1 ഉടമ്പടി എടുത്തു, 4 എനിക്ക് കട കിട്ടി, 5 പ്രൊഡ്യൂസർ വന്ന് നോക്കി, 6 ബിൽഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. 1 രൂപ പോലും 1000 രൂപ പോലും മാറ്റി വയ്ക്കാതെയാണ് ആ ഷോപ്പിൻ്റെ പണി തുടങ്ങുന്നത്. ഡിസംബർ 6 തുടങ്ങി ജാനുവരി 16 എൻ്റെ കടയുടെ പണി മുഴുവനും കഴിഞ്ഞ് 18 ഇനോഗ്രേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും കിട്ടുമെന്ന് പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എനിക്ക് സാധിച്ചത്. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു വലിയ കാര്യമാണ് തന്നത്. ശരിക്കും പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ ഏജിലുള്ളവർക്കാണെങ്കിൽ പോലും എൻ്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജോലി, ടീച്ചേഴ്സും നേഴ്സിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ അവസ്ഥയായിരുന്നു. എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷെ ആ ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പണി കഴിഞ്ഞപ്പോൾ ഇത് എന്നെക്കൊണ്ട് സാധിച്ചതാണ്. ഇതെന്താ പറ്റിയത്, 1000 രൂപ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ഞാൻ ആ ഷോപ്പിന് മുടക്കിയത് ഒരു 10 ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത്. കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും അന്തം വിട്ടു പോയി. ഇതെന്താ സംഭവിച്ചത്, എങ്ങനെ വന്നു? ഫാമിലിയിലുള്ളവരെല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഇനോഗ്രേഷൻ വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെയാണ്. എൻ്റെ ഫാമിലിയിലുള്ളവർക്കറിയാം ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കുന്നവളാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവളാണ്. അവളുടെ ഭക്തി കണ്ടിട്ട് ഞാനൊരു ഹിന്ദുവും കൂടെയാണ്. കുറേ പേര് എനിക്ക് എതിർപ്പുകളായിട്ട് വരുന്നുണ്ട്, എന്തിനാ അവിടെ പോകണത്, നമ്മുടെ ഇത് മതി. എന്നെ ഇന്നിവിടെ ഈ ഉയർത്തി ഈ ആൾത്താരയിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ മാതാവും ഈശോയാണ്. കാരുണ്യ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ കൃപാമരിയ എന്നൊരു കൂട്ടായ്മയുണ്ട് വല്ലാർപാടത്ത്. അതിലൊരു 10-30ഓളം പേരുണ്ട്. ഇവിടെ നിന്ന് അഖണ്ഡ ജപമാല വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാ മാസവും അത് മുടങ്ങാതെ ചൊല്ലും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പൊതിച്ചോറും, 2ാമത്തെ ഞായറാഴ്ച ജീവകാരുണ്യ പ്രവൃത്തിക്കായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്ന പേഷ്യൻസിനൊക്കെ പൈസ കൊടുക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ പുറത്ത് പോണ സമയത്ത് എന്നാൽ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യും. കൂടുതലും ഈ ഉടമ്പടിയെ കുറിച്ച് അറിയാൻ സാധിച്ചത് ധ്യാനത്തിലൂടെയാണ്.
എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ ജോസഫ് അച്ഛനിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അമ്മയോട് ഈശോയോട് എങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഉടമ്പടിയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉടമ്പടിയിൽ വിശ്വസിക്കുക, മാതാവിനെ വിശ്വസിക്കുക, ഈശോയെ വിശ്വസിക്കുക. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയുണ്ട്. ഇന്ന് ഞാൻ അഹങ്കാരത്തോടുകൂടി ആരുടെ മുമ്പിൽ വേണമെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മാതാവ് ഉയർത്തും. ചോദിച്ചാൽ എന്തും തരുന്ന ഒരു അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്തും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 75:1. ദൈവമേ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. രമ്യത എന്ന ഈ മകൾ മരിയൻ ഉടമ്പടി 10 തവണ പുതുക്കിയ ഒരു അക്രൈസ്തവ മകളാണ്. ഉടമ്പടിയെ എത്ര കണ്ട് മകൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതൊരു കഷ്ടതകളിലും അമ്മ മാതാവും ഈശോയും തനിക്ക് തുണയും തൻ്റെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവുമെന്ന് മകൾ എത്ര ആഗ്രഹത്തോടെ സ്നേഹത്തോടെ തിരിച്ചറിയുന്നുവെന്ന് വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ചൊരു രോഗപീഠയുടെ സമയത്ത് അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ സുഗന്ധാഭിഷേകത്തിലൂടെ മകൾക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുകയും രോഗത്തിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ചെയ്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന്, പ്രത്യേകിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു അത്യാവശ്യം ഇല്ലാതിരിക്കെ വീട്ടിൽ തന്നെ ചെറിയൊരു മുറി പാർലറായിട്ടുണ്ട്, ഫ്രീലാൻസായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നുണ്ട്, ടൗണിൽ ഒരിടത്ത് ബ്യൂട്ടി പാർലർ സഹായിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ജോലി തനിക്ക് സ്വന്തമായുള്ളപ്പോൾ അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഉടമ്പടി പുതുക്കുവാൻ വേണ്ടി വന്ന അവസരത്തിലാണ് മകളുടെ ഉള്ളിൽ നിന്ന് അമ്മ മാതാവ് തന്നെ പറയുന്നത് പോലെ വീട് അല്ലെങ്കിൽ പാർലർ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. മകളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്ങനെ ഇതുള്ളിൽ നിന്ന് വന്നുവെന്ന് പോലും എനിക്കറിയില്ല, അങ്ങനെ ഒരു അത്യാവശ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. എങ്കിലും ചില പദ്ധതികൾ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ഒക്കെ അറിയുന്ന അമ്മ മാതാവ് നാം പോലും ഒരുപക്ഷെ ചിന്തിക്കാത്ത ഇടങ്ങളിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ഇവിടെ ആ 1-ാം തീയതി വന്ന് ആ ഉടമ്പടി നിയോഗത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച പ്രചോദനം എഴുതിയിട്ട് തിരികെ പോകുന്നു. അതിന് 2 ദിവസം കഴിയുമ്പോൾ 4-ാം തീയതി ഒരു കടമുറി കണ്ടെത്താൻ പറ്റുന്നു. 1 മാസം കഴിയുമ്പോൾ അത് പൂർണ്ണമായും ഫർണിഷ് ചെയ്ത് 1000 രൂപ പോലും ഈ ഒരു കാര്യത്തിന് നീക്കിവെക്കാനില്ലാതിരുന്ന കാലത്തിൽ നിന്നും 10 ലക്ഷം രൂപയോളം ഒരു പാർലർ സുന്ദരമായി അണിയിച്ചൊരുക്കുവാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ട് മകൾ ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ സംവിധാനം ഒരുക്കിയെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവെക്കുന്നത്. ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ തരുന്ന പരിശുദ്ധമ്മയുടെ സംരക്ഷണത്തെ സന്തോഷത്തോടെ മകൾ ഏറ്റുപറയുകയാണ്. മകൾ ആ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ 1-2 കൺസേൺസ് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈശോയെയും അമ്മ മാതാവിനെയും നിരന്തരം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനാവുന്ന വിധത്തിൽ എനിക്കെൻ്റെ പാർലർ സജ്ജീകരിക്കണം. അതൊരു നിലപാടാണ്. അക്രൈസ്തവ മകളാണെങ്കിലും നാഥനും രക്ഷകനുമായി ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിത വിഷയങ്ങൾ മുഴുവനും ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോ എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തുകയും അനുഗ്രഹിക്കുകയും കൃപ നിറയ്ക്കുകയും മറ്റനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ എന്നെ ഒരുക്കുകയും ചെയ്യും എന്ന നല്ല ബോധ്യത്തിൽ മകളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയും അതിന്ന് വലിയ അനുഗ്രഹത്തിന് കാരണമായതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഒരു അക്രൈസ്തവ മകൾ 10 തവണ ഉടമ്പടി പുതുക്കി എരുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളുണ്ടാവും. ഒന്നുകിൽ അത് സാധിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിലരെങ്കിലും അതിൽ നിന്ന് പിന്മാറാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 3-4 തവണ പുതുക്കി കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടാലും മനസ്സുമെടുത്ത് പിന്മാറാറുണ്ട്. ദൈവത്തിൻ്റെ ജീവിതം ഉടമപ്പെടുത്തുന്നവർ മാത്രം, ആ ദൈവസ്നേഹം ആത്മാവിൽ അനുഭവിക്കുന്നവർ മാത്രമാണ് ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്കെപ്പോഴും കാണാനാവുക. മകളുടെ വാക്കുകളിൽ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുന്നത് അറിഞ്ഞ് അനുഭവിച്ച ഈശോയെ, അമ്മ മാതാവിനെ ജീവിതത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന
അനുഗ്രഹം അനസ്യൂതം നൽകുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയും അമ്മയുടെ വലിയ ഇടപെടലുമാണ് മരിയൻ ഉടമ്പടി എന്ന് നമ്മൾ ഓർക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നല്ല അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടുകൂടി ഉടമ്പടി നമുക്ക് അതിനായി ജീവിക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.